ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളി പുട്ടന്നെ അങ്ങ് ഉണ്ടാക്കിക്കളല്ലേ. പിട്ടോ, ഇതൊരു വെറൈറ്റി പിട്ടാടോ, നമ്മളെ ഷവർമ്മ പിട്ട്. ഇത് അധികാരം തിന്നിക്കില്ലാന്ന് ഞങ്ങളൊരു വിശ്വാസം. തിന്നോലെല്ലാം ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ഇതിനാദ്യം വേണ്ടിയത് 2 കപ്പ് പിട്ടുപൊടി. 2 കപ്പ് പിട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം വേണം. 1 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും വേണം കേട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കി ഇടണേ, കാരണം ഉപ്പിൻ്റെ അളവ് വ്യത്യാസമായിരിക്കൂലേ. അപ്പം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പണി പാളും. എന്നാൽ പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം കലക്കിയിട്ട് നോക്കും ഉപ്പുണ്ടോ. അങ്ങനെ കുറച്ച് കലക്കി ഉപ്പും കലക്കി നമ്മൾ നേരെ എന്ത് പണിയെടുക്കണോ, നമ്മളെ പുട്ടുപൊടിയിലേക്ക് കുറേശ്ശെ ചേർത്ത് കുഴച്ചിങ്ങെടുക്കണം. നല്ലോണം കുഴച്ചെടുക്കണേ നിങ്ങൾ. നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ കുഴച്ചെടുക്കണം. നല്ലോണം ആ 1 കപ്പ് വെള്ളവും കുറേശ്ശെ അതായത് കുറച്ച് ചേർത്ത് നല്ല പോലെ കുഴച്ചിങ്ങെടുക്കണം. എല്ലാം ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് പിന്നെ നമ്മൾ പറയണേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ. എന്നാൽ പിന്നെ നല്ലോണം കുഴച്ചിങ്ങെടുത്തേട്ടാ. വെള്ളം 1 കപ്പ് വെള്ളവും നല്ല പോലെ കുറേശ്ശെ പറഞ്ഞ് നല്ല പോലെ കുഴച്ചിങ്ങെടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഉരുട്ടി ഈ കട്ട പോലെ കിട്ടണം. എന്നിട്ട് അത് പൊടിയുമാണ് കേട്ടോ. അതാണ് ശരിക്കുള്ള പിട്ടിൻ്റെ കുഴവ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്തിനാന്നല്ലേ, ആ പിട്ട വെള്ളത്തിലെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. തുറന്നു നോക്കുന്നേരം കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ടേനു. അപ്പോൾ 1/4 കപ്പ് വെള്ളവും കൂടി പറഞ്ഞ് പിന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അത് നിങ്ങൾ നോക്കിയെടുക്കണേ. പിട്ടുപൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും. അതുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടിയത് 1 കപ്പ് ക്യാരറ്റ്, 1 സവാള ചെറുതാക്കി അരിഞ്ഞത്, 1 പകുതി ക്യാപ്സിക്കം മുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 1 കപ്പ് ലെറ്റസോ അല്ലെ കാബേജോ എന്തായാലും ഇല്ല. പിന്നെ വേണ്ടിയത് മയോണൈസാ. ഇത് ഫുൾ ഹെൽത്തി മയോണൈസ് കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ പറയാൻ മറന്നു കേട്ടാ. ചിക്കൻ വേണോ എത്തിരിയാന്നല്ലേ, ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കന് നല്ല പോലെ ഫ്രൈ ചെയ്ത് അത് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളെ നമ്മളെ മയോണൈസ്, പാൽ മയോണൈസ് കേട്ടോ. ഹെൽത്തി ഫുൾ ഒരു തുള്ളി ഓയിലില്ലാത്ത നമ്മളെ ഹെൽത്തി മയോണൈസ് കേട്ടോ. അതിൻ്റെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും പോയി കാണണേ, മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് തേങ്ങ ഇട്ടോളി. അതിൻ്റെ മേലേക്ക് നമ്മളെ മസാല, പിന്നെ പിട്ടുപൊടി, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെയും നമ്മളെ മസാല, പിന്നെ നമ്മളെ പിട്ടുപൊടി, അങ്ങനെ നമ്മളെ കുറ്റി നിറച്ചു ആക്കണം കേട്ടോ. ഇത് നോക്കുന്നുണ്ട അമ്രൂട്ടിയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഉമ്മ ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പിട്ടിയിൽ നിറച്ചു ആക്കി വെക്കാം. അപ്പോഴത്തേക്ക് പാനിയിൽ വെള്ളം വെക്കാൻ നിങ്ങളോട് മറന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഷവർമ്മ പിട്ടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞ്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടിയാൽ നമ്മൾ അടിപൊളി പിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണം കേട്ടോ. അത് നിങ്ങളോട് മറന്നുകൊണ്ടേ. നല്ലോണം പിട്ടിൻ്റെ ആവി വരട്ടെ കേട്ടോ. നല്ലോണം വെന്ത് വരണം. നല്ലോണം വെന്ത് വന്നാൽ നമ്മളെ പിട്ട് സെറ്റായി കിട്ടും. ഇതാ പുക ഇങ്ങനെ പോകുന്നുണ്ട, ആവി വറക്കണണ്ട. എന്നാൽ പിന്നെ നമ്മളെ പിട്ട് കുത്തി വെക്കല്ലേ. അടിപൊളിയായിട്ട് തന്നെ വന്ന് കേട്ടാ. നല്ലോണം ആവി പറഞ്ഞാൽ നമ്മളെ പിട്ട് റെഡി ആയിന്നതിൻ്റെ അർത്ഥം കേട്ടാ. നല്ല അടിപൊളി ഷവർമ്മ പിട്ട് ഇവിടെ സെറ്റായി വന്നിക്ക്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. ഞാള് ഗ്യാരണ്ടി അടിപൊളി ടേസ്റ്റ് ആട്ടാ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണല്ലേ. എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ. പുതുമയുള്ള ഓരോ വെറൈറ്റി ഐറ്റംസും ആയിട്ട് ഞാള് വരും. ഇങ്ങനെ കറിയൊന്നും ആണെന്നില്ല ഈ ഷവർമ്മ പിണ്ടിന്. ഈ ഷവർമ്മേൻ്റെ മസാലയെല്ലാം കൂട്ടി തിന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ റെസിപ്പി. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം കേട്ടോ. സൂപ്പർ അല്ലേടോ, പൊളി.